ദൂര യാത്രകൾ കൊണ്ട് മാനസികപരമായിട്ട് ഒരുപാട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു വർഷം തന്നെയാണ്. പ്രണയബന്ധങ്ങൾ സഫലീകരിക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. പ്രണയിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രണയം സാക്ഷാത്കരിക്കുവാനും അല്ലെങ്കിൽ ആ പ്രണയബന്ധം വീണ്ടും സ്നേഹത്തിലാവുവാനും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ പ്രണയവും ഇതെല്ലാം സക്സസ് ആകുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുകയും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ധനം അനാവശ്യമായി ചിലവായിക്കൊണ്ടേയിരിക്കും. കുടുംബസുഖം, ബന്ധുഗുണം എന്നിവ വർദ്ധിക്കും. അതിനോടൊപ്പം ചിലവുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അകന്നു നിന്ന ബന്ധുക്കളും നിങ്ങളെ തേടി വരികയും നിങ്ങളുടെ ആ ഒരു പിണക്കങ്ങൾ മാറി സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. പഠന നിലവാരം ഉയരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന ഒരു വർഷവും കൂടി തന്നെയാണ് ഈ വരുന്നത്. ബന്ധുജനങ്ങളുടെ സഹായം മൂലം പുതിയ ബിസിനസ് ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ വഴിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിജയിക്കും. വാഹനം, ബിസിനസ്, ജോലി ഈ കാര്യങ്ങളിലെല്ലാം നേട്ടമുണ്ടാകും. അതായത് വാഹനം എടുക്കുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ നേടാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ കമ്പനികൾ മാറി മറ്റൊരു കമ്പനിയിലോട്ട് പോവുകയും ഉയർന്ന ജോലി ചെയ്യുവാനും സാധിക്കും. നിങ്ങൾക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടം വരുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ സന്താനങ്ങളുടെ ആ ഒരു സൽസ്വഭാവവും ഗുണവും കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരികയും സന്തോഷം വരികയും സന്തോഷത്തോടു കൂടി മനസ്സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പൂർവ ജന്മസുഹൃതം, അതായത് പൂർവികരുടെ അനുഗ്രഹത്താലും നമ്മളുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടും നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാനും അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം മുരുകസ്വാമി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുകയും അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം പോയി ദർശനം നടത്തി പുഷ്പാഞ്ജലി അർപ്പിച്ച് ഭഗവാനെ നമ്മളുടെ യഥാശക്തി വഴിപാടുകൾ